ആക്രമണത്തെക്കാൾ വേദനിപ്പിച്ചത് ബി.ജെ.പി. നേതാക്കളുടെ അധിക്ഷേപമാണെന്ന് പാലക്കാട് ആക്രമിക്കപ്പെട്ട കരോൾ സംഘത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ. സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. രാഷ്ട്രീയം പോലും അറിയാത്ത കുട്ടികളാണ്. പരാതി നൽകുമെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി. അവരുടെ ഈ പറഞ്ഞ ആളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഈ 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നുള്ളതാണെന്ന് പറയണത് എത്രത്തോളം ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇത് കേരളമാണത്, അല്ലാതെ UP ഒന്നും അല്ലാതെ. വിഷമം മാത്രമല്ല, അതൊരു സങ്കടം പോലെ തോന്നി. കാരണം ഒരു അച്ഛനെന്ന രൂപത്തിലേക്ക് ഈ 12 വയസ്സിൽ കുട്ടികൾക്ക് മദ്യപിച്ചിട്ട് ലക്കില്ലാതെ ഒരു ഇത് നടത്തുക എന്നുള്ള ഒരു പ്രചർ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയല്ലേ. ഈ പറഞ്ഞ ആൾക്കാർ ആരായാലും ഈ 12 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിലയിൽ മുതിർന്നിട്ടുണ്ടാവും. ഇവർക്കൊക്കെ ആ സമയത്ത് ഈ മദ്യം കൊടുത്തിട്ടാണ് അവർ വളർത്തിയത്. മക്കളെ വളർത്തുന്നത് ഒരു ക്രിമിനൽ സംഘമാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. കാരണം ഇവരൊക്കെ അങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് നമുക്കറിയില്ല. പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത മടിയാണ് ഇപ്പോൾ. അതായത് ഈ പ്രസ്താവനയ്ക്കെതിരെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തുടർന്ന് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. AK അഭിലാഷിന്റെ വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ കരോൾ നടത്തേണ്ടതുപോലെ നടത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന രൂപത്തിൽ ചില BJP നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അതാണ് ഇപ്പോൾ രക്ഷിതാക്കളെ വേദനിപ്പിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? പോലീസിൽ നൽകിയ പരാതിയിൽ എന്ത് നടപടി ഉണ്ടായി അഭിലാഷ്? സ്മൃതി, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പുതുശ്ശേരിയിൽ വെച്ച് ഇത്തരൊരു സംഭവം നടന്നത്. 14 അംഗ കരോൾ സംഘത്തിന് നേരെയാണ് അശ്വിൻ രാജ് എന്ന് പറയുന്ന RSS ബന്ധമുള്ള ഒരു യുവാവ് ആക്രമണം നടത്തുകയും അതോടൊപ്പം തന്നെ ഈ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബാൻഡ് അടക്കം തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെ അശ്വിൻ രാജിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും അതോടൊപ്പം തന്നെ കേസെടുക്കുകയും ചെയ്തത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുക്കുകയും ചെയ്തത്. അതേസമയത്ത് BJP നേതാക്കളുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള വിമർശനമാണ് കരോൾ സംഘത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. അതായത് C. കൃഷ്ണകുമാർ, ഷോൺ ജോർജ് തുടങ്ങിയ നേതാക്കൾ ഈ കരോൾ സംഘത്തിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ഇതാണ് ഇപ്പോൾ തങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ വേദനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കുട്ടികളുടെ പിതാക്കൾ തന്നെ പറയുന്നത്. രക്ഷിതാക്കൾ ഇത്തരത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള നേതാക്കൾ തന്നെ ഇത്തരത്തിൽ 15 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ നൽകുമെന്നാണ് ഇപ്പോൾ രക്ഷിതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തത്. BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും പോലീസും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കവും നടത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.